എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ വന്ദനങ്ങൾ. ഇന്ന് ഞങ്ങളിതാ രണ്ടാമത്തെ ഗാനവുമായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഗാനത്തെ സ്വീകരിച്ച, പ്രയോജനപ്പെടുത്തിയ എല്ലാ സ്നേഹിതരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഗാനങ്ങൾ ശ്രവിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും കമൻസ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വേദന, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വേദന ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടുപോയ സാഹചര്യങ്ങളിൽ പലരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഗാനമാണ് ഇന്ന് പാടുവാൻ പോകുന്നത്. 1858 ഒക്ടോബർ മാസത്തിൽ മാർക്കൂസ് എം വെൽസ് എന്ന ദൈവദാസൻ രചിച്ച ഗാനമാണ് ഇത്. തൻ്റെ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വഴികാട്ടിയെപ്പോലെ തന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകളെ താൻ ഓർത്തു. ആശയറ്റ് ഉള്ളം തകരുമ്പോൾ ആശ്വാസം നൽകിയും ഇമ്പമായി മൊഴി കേൾപ്പിച്ച് ക്ഷീണം അകറ്റിയും കൂരിരുട്ടിലും കൊടുങ്കാറ്റിലും കൈവിടാതെ ഉറ്റ മിത്രമായി കൂടെയിരുന്ന് വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ആത്മനിറവിൽ മനസ്സിലാക്കിയ അദ്ദേഹം ഇങ്ങനെ ഈ ഗാനം എഴുതി. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ഗാനം ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ. വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പീൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. താളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സത്യസാഖി താൻ തന്നെ സർവദാ എൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റുഗ്രമടിക്കിലും ഇരുൾ കാനത്തീടിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ.
കാലത്തിനന്തം ചേർന്നാർത്തി പൂണ്ട നേരം സ്വർഗചിന്ത മാത്രമേ ഏകമെന്നാശ്രയമേ താൻ മാത്രം ആ നേരത്തും എന്നെ ആഴം കാടത്തും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിൻ